ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൃഷിയുടെ കുറച്ച് അപ്ഡേറ്റുകളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എൻ്റെ കൃഷിനെക്കുറിച്ചും കൃഷിയുടെ വീഡിയോസും ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കയറി കാണുക. അതാ ഈ മീറ്റർ പയറിൻ്റെ എല്ലാത്തിൻ്റെയും തണ്ടൊക്കെ ഒടിഞ്ഞു പോയി, ചിലതൊന്നും പൊടിച്ചില്ല, ചിലതൊക്കെ പൊടിച്ചത് അഴുകിപ്പോയി, അങ്ങനെയൊക്കെ കുറച്ച് സംഭവം ഉണ്ടായി. പ്രധാനമായിട്ടും കാക്കകൾ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോവാണ് കേട്ടോ ഇത് കൂടുതലും. അപ്പോഴത്തേക്ക് ഇതിവിടെ നിർത്തുന്നത് സേഫ് അല്ല. അതുകൊണ്ട് ഇന്ന് ഇതിനെല്ലാം പിരിച്ച് നടല് അങ്ങനെ ഉള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ. ഇത് കുറ്റിപ്പയറാണ്. കുറ്റിപ്പയറിൻ്റെ കുറച്ച് തൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെണ്ടയുടേത് കൂടുതലും അഴുകിപ്പോയി കേട്ടോ. വെണ്ടയുടേത് ഇങ്ങനെ കുറേ പാവാം, ഒരു ചട്ടിയിൽ തന്നെ കുറേ പാവാന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വിത്തിനെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു. വിത്ത് വളർച്ചയില്ലാത്ത വിത്താണ്, അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അഴുകിപ്പോയത്. എന്തായാലും കുറച്ച് തൈ എൻ്റെതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അത് ഇപ്പോഴേ മാറ്റിയില്ലേൽ ഉള്ളതും കൂടി കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് പോയി ഇത് എല്ലാം പോയി കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ എൻ്റെ കഷ്ടപ്പാട് വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും പിരിച്ച് നടാനുള്ള സമയമായില്ല കേട്ടോ. ഇത് കുഞ്ഞാണ്. ഇത് പച്ചമുളകാണ് കേട്ടോ. ഇത് പച്ചമുളക്. ഈ പൊടിക്കാതിരിക്കുന്നത് അത് പാവലാണ്. ഇത് പൊടിക്കുമോ പൊടിക്കത്തില്ലേ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നീല മുളകിൻ്റെതാണ് കേട്ടോ. ആ മുളകിൻ്റെ തൈ ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അത് പിന്നെ കുറ്റിപ്പയറിൻ്റെത് അത്യാവശ്യം കുറച്ച് തൈ കിട്ടിയിട്ടുണ്ട്. മീറ്റർ പയറിൻ്റെ ഫുൾ പോയി ഒരൊറ്റ തണ്ട് ഒടിഞ്ഞു പോയ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ തക്കാളിയിലൊന്നും ഇപ്പം മാറ്റുന്നില്ല. ഇപ്പം വെണ്ടയും മീറ്റർ പയറും കുറ്റിപ്പയറും ഇതിൻ്റെ മൂന്നിൻ്റെയാണ് ഞാൻ പിരിച്ച് നടാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താ ക്യാമറ സെറ്റ് ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ. ഇത് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാനും ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കാൻ, ഒറ്റയ്ക്ക് തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ഒറ്റ ചട്ടി തന്നെ നട്ടതേ മണ്ടത്തരമാണ്. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അത് പയറ് വിത്ത് പാവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇരുന്ന് പൊടിച്ച് അതിൽ തന്നെ വളർത്താണ് പതിവ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കൃഷി ചെയ്യുന്നുള്ളവരാണെങ്കിൽ കൃഷി ചെയ്യാൻ അറിയാമെന്നുള്ളവരെടുത്തോ അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെയ്തു പോയില്ലേ. അപ്പോഴത്തേക്ക് അത്രയും കെയർഫുള്ളായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിനും ജീവനുള്ളതല്ലേ. ഒരു വേര് പോലും പൊട്ടാതെ അതിൻ്റെ ജീവൻ പോവാതെ ഞാൻ അതേപോലെ അതിലുള്ള മണ്ണോട് കൂടി ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് സൂക്ഷിച്ച് ഓരോന്നായിട്ട് മാറ്റാണ് കേട്ടോ. ഇതെല്ലാം ഫുൾ മാറ്റിയതിന് ശേഷം ഇനി ഇത് നടാനുള്ള മണ്ണ് ഗ്രോ ബാഗ് ഇല്ല, ഗ്രോ ബാഗ് തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാസ്റ്റിക് കവർ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഞാൻ മുകളിൽ മുന്നേ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പതുക്കെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അത് കുറച്ച് ദിവസമായിട്ട് എനിക്കും വയ്യായിരുന്നു. എനിക്ക് തൊണ്ടയ്ക്കൊന്നും അത് ഒട്ടും വയ്യായിരുന്നു. തൊണ്ടവേദനയും സൗണ്ടൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സൗണ്ട് തന്നെ ഇപ്പോൾ വ്യത്യാസമായിട്ട് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തെ ലാഗായി പോയത്. അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് കൃഷിയുടെ വീഡിയോസാണ് ഇടുന്നത്. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ ബോറടിയോ അല്ലെങ്കിൽ അത് ഒരുമാതിരി തോന്നും. പക്ഷെ ഞാൻ ഈ വീഡിയോസ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ഇതേ സ്ഥാനത്ത് കുറച്ച് നാൾക്ക് മുമ്പ് ഇതേപോലെ ഫോണിൽ കുത്തി ചുമ്മാ ഇരിക്കുമായിരുന്നു. ആ ടൈമിൽ ആണ് ഞാൻ ഒരു പച്ചമുളക് നട്ടത്. അതൊന്നൊരു കായ്ഫലം കിട്ടിയപ്പോഴത്തേക്ക് ഉണ്ടായ സന്തോഷം എനിക്കത് അത്ര മാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാനായിട്ട് മുന്നിട്ടിറങ്ങിയതാണ് കേട്ടോ ഈ കൃഷിയിലേക്ക്. എനിക്ക് അന്ന് കിട്ടിയ ആ ഒരു സന്തോഷം അത് ഇനിയും എനിക്ക് വേണം. ഞാൻ കൃഷി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല. അത് കഷ്ടപ്പെട്ടിട്ട് അതിന്ന് കായ്ഫലം ഉണ്ടാകുമ്പോഴത്തേക്ക് കിട്ടുന്ന സന്തോഷം, ആ കഷ്ടപ്പാട് ആ ടൈമിൽ അത് നമ്മൾ മറക്കും. അതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സ്പോട്ടിൽ തന്നെ പോയി ഒരു പച്ചമുളകിൻ്റെ തൈയിലും അല്ലെങ്കിൽ അതിൻ്റെ വിത്തേലും ഇല്ലാത്ത ഒരു വിത്തേലും ഒന്ന് പാവി വെച്ച് അത് പൊടിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നടാനുള്ള ഒരു മനസ്സും കൂടി കാണിച്ച് അതിന് വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ വേറെ വളമോ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും അതിന് ആവശ്യത്തിനേ ഉള്ള വെള്ളം മാത്രം നിങ്ങൾ കൊടുത്താലും മതി. അത് വളർന്ന് അതിനുള്ള ആവശ്യമുള്ള വെയിലും കിട്ടി അത് വളർന്ന് അത് കായ്ഫലം നമുക്ക് തരുമ്പോഴത്തേക്ക് ഇനിയും നമുക്ക് ഓരോന്നും ചെയ്യാനായിട്ടുള്ള ഒരു
ഒരു ഉണർവ് കണക്ക് നമുക്ക് തോന്നും. ഇനി നമുക്ക് ചെയ്യണം എന്നുള്ളൊരു മനസ്സ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചുമ്മാ ഇരിക്കാതെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും പോയി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അത് ഞാൻ നട്ടതെന്ന് ഞാൻ കായ്ഫലം എടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ സന്തോഷം മനസ്സിലായത്. അപ്പോഴത്തൊട്ടാണ് ഞാനും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നി ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ടേലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നവരാണെങ്കിൽ എന്നല്ല, ചെയ്യണം, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ആരും ചെയ്യാറില്ല. പക്ഷേ നമുക്ക് എന്തും പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ നമുക്ക് ഇതൊക്കെ ചെയ്ത് കിട്ടുമ്പോഴുള്ള സന്തോഷം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്നവരായിരിക്കാം, നിങ്ങൾ എന്തായാലും ചുമ്മാ ഇരുന്ന് അത്രയും സമയം വേസ്റ്റ് ചെയ്യാതെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് വിചാരിച്ച് എന്തേലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്തേലും അവർക്ക് നമ്മളുണ്ടാക്കിയ ഒരു സാധനം, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു രുചിയാണെന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അമ്മ എന്നോട് അത് കൃഷി ചെയ്യ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പച്ചമുളക് നട്ടത്. അതേലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു പച്ചമുളക് ഞാൻ നട്ടത്. അന്ന് അതിനൊരു കായ്ഫലം കിട്ടിയപ്പോൾ സന്തോഷം. എൻ്റെ അമ്മ അന്നും അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അതും ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ നിങ്ങൾക്കും പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതിലും കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യമാണ്. കാരണം ഈ കാലത്ത് ആരും ചെയ്യാത്ത, നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ കാലം എങ്ങനത്തെ കാലമാണെന്ന്. അപ്പോൾ അതെ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടി കളയാതെ കേട്ടത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും, 10 ഇന്ന കാര്യം ചെയ്യണം, 10-20 ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ ഇന്ന കാര്യം ചെയ്യണം. പക്ഷേ ആദ്യമൊന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് എന്തായാലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. വന്നിട്ട് ഞാൻ നല്ല അമ്മ ചോറും കരുവാട് കറിയും മുട്ടയൊക്കെ പൊരിച്ചിട്ട് രസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കൂട്ടി ഒരു കൈയും കൂടി കഴിച്ചപ്പോഴത്തേക്ക് ഇന്നത്തേക്കുള്ളതാണ് കേട്ടോ.